ഞാനൊരു 7ത്തിലും 8ത്തിലൊക്കെ പഠിക്കുന്ന ടൈമിൽ ക്ലാഷ് ഓഫ് ക്ലാൻസ് പറഞ്ഞാണ്ട് ഒരു ഗെയിം കളിച്ചിരുന്നു. അതിനെക്കുറിച്ച് ഐഡിയ ഇല്ലാത്തവർക്ക് ഞാൻ ജസ്റ്റ് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞുതരാം. അതിൽ നമുക്കൊരു വില്ലേജ് ഉണ്ടാവും. സ്വന്തം എല്ലാവർക്കും ഓരോ വില്ലേജ് ഉണ്ടാവും. അതിൽ മെയിനായിട്ട് ഒരു ടൗൺ ഹാൾ ഉണ്ടാവും. അതാണ് നമ്മുടെ മെയിൻ സംഭവം. ഒരു വീട് പോലെ അതിനെ നമ്മൾ മെയിനായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ ഒരു ടൗൺ ഹാള് പിന്നെ അതിന് ചുറ്റുമായിട്ട് നമുക്ക് മതിൽ കെട്ടാം. നമുക്ക് സ്വന്തമായിട്ട് കുറേ ട്രൂപ്സ് ഉണ്ടാവും. പൈസ എടുത്തേക്കാൻ കുറേ സ്റ്റോറേജ് ഉണ്ടാവും. അതേപോലെ എലിക്സർ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. പൈസൻ്റെ പോലത്തെ സാധനങ്ങൾ തന്നെയാണ്. അതുപോലെ ജെംസ്, ഇങ്ങനെ കുറേ സംഭവം ഉണ്ടാവും. നമുക്ക് സ്വന്തമായിട്ട് ട്രൂപ്സും ഉണ്ടാവും. ഇതിൻ്റെ മെയിൻ ഒരു ജനറൽ എയിം പറയുന്നത് നമ്മുടെ വില്ലേജിനെ മറ്റുള്ളവരെ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതേപോലെ മറ്റുള്ളവരെ വില്ലേജ് അറ്റാക്ക് ചെയ്താണ്ട് ഓരോ പൈസയും ഓരോ എലിക്സറൊക്കെ എടുത്തു കൊണ്ടുവരിക. ഇതാണ് ഇതിൻ്റെ ജനറൽ തീം എന്ന് പറയുന്നത്. അപ്പോൾ ഗെയിം തുടങ്ങുമ്പോൾ ആദ്യം ടൗൺ ഹാള് ലെവൽ 1 ആയിരിക്കും. എന്നിട്ട് നമ്മൾ പതുക്കെ ടൈം എടുത്ത് കളിയൊക്കെ പഠിച്ച് വേറെ വില്ലേജുകൾ അറ്റാക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി ടൗൺ ഹാൾ അപ്ഗ്രേഡ് ചെയ്ത് മതിൽ പണിത് ആ മതിലിൻ്റെ ലെവൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് നമ്മുടെ വില്ലേജിൻ്റെ സൈസ് കൂടി ഇങ്ങനെ വരും. പുതിയ ട്രൂപ്സിനെ വാങ്ങും. ഉള്ള ട്രൂപ്സിൻ്റെ ലെവൽ അപ്ഗ്രേഡ് ചെയ്യും. നമ്മളെ സ്റ്റോറേജ് കൂട്ടും. പൈസൻ്റെ സ്റ്റോറേജ് ആണെങ്കിലും എലിക്സറിൻ്റെ സ്റ്റോറേജ് ആണെങ്കിലും ഒക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരും. വേറെ വില്ലേജുകളെ പോയി അറ്റാക്ക് ചെയ്താണ്ട് ചില കളി നമ്മൾ തോൽക്കും, ചില കളി നമ്മൾ ജയിക്കും. എന്നിട്ട് പിന്നെ ഡ്രാഗന്, അതുപോലെ പെക്ക, അതുപോലെ ജയൻസ്, ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ വാങ്ങും ട്രൂപ്സൊക്കെ കണ്ട്. ഇത് മാത്രമല്ലാതെ നമ്മൾ സ്വന്തം വില്ലേജ് അറ്റാക്ക് ചെയ്യപ്പെടുന്നു. എന്നിട്ട് ബാക്കിയുള്ളവർ നമ്മളെ സംഭവം എടുത്ത് കൊണ്ടുപോകുന്നു. അതിന് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഫൻസ് ബിൽഡ് ചെയ്യുന്നു. അതുപോലെ ബാക്കിയുള്ളവരെ വില്ലേജിനെ അറ്റാക്ക് ചെയ്യുന്നു. ഓരോ പൈസയും ഓരോ എലിക്സറും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കൊണ്ടുവരുന്നു. ഇതിന് പുറമെ നമുക്ക് എന്തുണ്ടാവും, ഇതിലൊരു ട്രൈബ് പോലെ നമുക്കൊരു ബ്രദർഹുഡ് ഒക്കെ പറയലുണ്ടല്ലോ, അതുപോലെ നമുക്കൊരു ക്ലാൻ ഉണ്ടാവും. ക്ലാനിൽ ജോയിൻ ചെയ്യാം. ക്ലാൻ ഉണ്ടാവും എന്നല്ല, ക്ലാനിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൽ നമുക്ക് ക്ലാനിൽ ടീം മെമ്പേഴ്സ് ഉണ്ടാവും. അതിൻ്റെ മെയിൻ ആളുണ്ടാവും. അതിൽ ക്ലാൻ വാറുകൾ ഉണ്ടാവും. ഓരോ ക്ലാനും അങ്ങോട്ടും ഇങ്ങോട്ടും വാർ ഉണ്ടാവും. അതുപോലെ ഈ ക്ലാനിലെ ആൾക്കാരായിട്ട് നമുക്ക് കോൺവെർസേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം, ടെക്സ്റ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കര അഡിക്റ്റീവ് ആയിരുന്നു. അതുപോലെ ഭയങ്കര ഫണ്ണായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ തന്നെ 2-3 ആൾക്കാരിൻ്റെ ഒപ്പം ഈ ഒരു സംഭവം കളിക്കുന്നുണ്ടായി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കോമ്പറ്റീഷനൊക്കെ, നല്ല രസമായിരുന്നു. ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ. ഓൻ അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ തോന്നും. ഓൻ ടൗൺ ഹാൾ ലെവൽ 10 എത്തുമ്പോൾ നമ്മൾ ചിലപ്പോൾ 8-ലായിരിക്കും. അപ്പോൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യും. ചിലർ പുഷ് ചെയ്യും, ചിലർ റഷ് ചെയ്യും. അതുപോലെ ഇതിൽ ഓരോ ടയറുണ്ട്, ബ്രോൺസ്, സിൽവർ, ഗോൾഡ്. അങ്ങനെ നമ്മൾ അറ്റാക്ക് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ വിജയിക്കുന്നതിനനുസരിച്ച് നമ്മളെ ടയർ ഇങ്ങനെ കൂടി പോകും. പബ്ജിയിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് എപ്പോഴും മത്സരത്തിലേക്കാരും. ഓരോ പുതിയ അച്ചീവ്മെന്റ്സ് കിട്ടുമ്പോഴും ഓരോ പുതിയ ലെവൽ അൺലോക്ക് ചെയ്യുമ്പോഴും ഒക്കെ അടിപൊളിയാണ്. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓല മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാം നമ്മൾ ഓല മുമ്പൊക്കെ എത്തുമ്പോൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ. അപ്പോൾ ഈ ഒരു സംഭവം എന്തുകൊണ്ടാണ് അത്രയും ഫണ്ണും അതുപോലെ അഡിക്റ്റീവ് ആയിട്ട് തോന്നാൻ കാരണം നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഇപ്പോഴത്തെ അവസ്ഥ അല്ല, പക്ഷെ അന്ന് ആ ഒരു സമയത്ത് ക്ലാഷ് ഓഫ് ക്ലാൻസ് എത്രത്തോളം ആൾക്കാർ കളിച്ചിരുന്നു. ഒരുവിധം ഇൻ്റെ പ്രായമുള്ളവർക്കൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഒരുവിധം ആൾക്കാരും കളിച്ചിരുന്ന ഒരു ഗെയിം ആയിരുന്നു ക്ലാഷ് ഓഫ് ക്ലാൻസ് വരുന്നത്. അതെന്തുകൊണ്ടാണ് അത്രയും ഫണ്ണാവാൻ കാരണം മെയിനായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കോമ്പറ്റീഷൻ. നമ്മളൊപ്പമുള്ളവരും തമ്മിൽ നമ്മൾ കോമ്പീറ്റ് ചെയ്യുക. ഹെൽത്തി കോമ്പറ്റീഷൻസ്. ഓൻ മുമ്പൊക്കെ എത്തണം, അപ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ വരുന്നു. നമ്മൾ മുമ്പൊക്കെ എത്തണം, അപ്പോൾ ഓനക്കൊരു മോട്ടിവേഷൻ വരുന്നു. ഓൻ മുമ്പൊക്കെ എത്തണം. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പറ്റീഷൻസ്, റാങ്ക് പുഷ് ചെയ്യണം കാര്യങ്ങളൊക്കെ. അതുപോലെ സ്റ്റാറ്റസ്, അതായത് നമ്മളെ ലെവൽ മുകളിലേക്ക് എത്തുമ്പോൾ നമ്മൾ പുതിയ അച്ചീവ്മെന്റ്സ് അൺലോക്ക് ചെയ്യുമ്പോൾ, അതേപോലെ നമ്മുടെ ടൗൺ ഹാൾ ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇപ്പോൾ ബിഗിനേഴ്സിന് മുമ്പിലൊക്കെ പോകുമ്പോൾ ഇപ്പോൾ നമ്മളെ ഫ്രണ്ട്സൊക്കെയാണ് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓല മുമ്പിൽ നമ്മൾ വലിയ എന്തോ ഒരാളായിരിക്കും. ഓല മുമ്പിൽ നമുക്ക് ഓലങ്കാട്ടും റിസോഴ്സസും ലെവലൊക്കെ കൂടുതലുള്ള ആൾ, റിയൽ ലൈഫിലുള്ള പോലെ തന്നെ നമ്മുടെ കയ്യിൽ കുറേ കാറും ബൈക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ലാത്ത മുമ്പിൽ നമ്മളൊരു സംഭവമായി നിൽക്കുമല്ലോ. അതുപോലെയുള്ള സ്റ്റേറ്റസ് നമുക്ക് അതിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിങ്ങനെ ഒരു ഈച്ച വട്ടം കറങ്ങുന്നുണ്ട്. അത് ആ ക്യാമറമ്മ അത് നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. വീഡിയോ കണ്ടോക്കിയാലേ അറിയുള്ളൂ. ഞാനിവിടെ അതിൻ്റെ ഇങ്ങനെ മെയിൻ പോയിന്റ്സുകൾ ഇവിടെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണിത്. പിന്നെ അതേപോലെ തന്നെ അതിലുള്ള രസമുള്ള സംഭവമാണ് നമുക്കൊരു ട്രൈബ് ഉണ്ടല്ലോ. ശരിക്കും നമുക്ക് റിയൽ ലൈഫിൽ നമ്മൾ മനുഷ്യന്മാർ പണ്ട് ഹണ്ട് ചെയ്യാനൊക്കെ പോയിരുന്നത് ട്രൈബായിട്ടാണ്. നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ്. അപ്പോൾ നമുക്ക് ഒപ്പം ആൾക്കാരുണ്ടാകുമ്പോൾ, ഒരു സർക്കിൾ ഉണ്ടാകുമ്പോൾ, ഒരു ഫ്രണ്ട് സർക്കിളോ അല്ലെങ്കിൽ ഒരു ബ്രദർഹുഡൊക്കെ ഉണ്ടാകുമ്പോൾ ഒന്നുകൂടി രസമായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ ആയിട്ട് ഈ ഗെയിമിൽ എന്തുണ്ട്, നമുക്ക് ബ്രദർഹുഡ് ഉണ്ട്. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ, അതിൻ്റെ ഒരു വിർച്വൽ വേർഷനായിട്ട് നമുക്ക് അവിടെ ഒരു ബ്രദർഹുഡും ഒരു കമ്മ്യൂണിറ്റി നമുക്ക് അതിൻ്റെ ഉള്ളിൽ സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു ട്രൈബ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ശരിക്കും യുദ്ധം ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു സ്ഥലം പിടിച്ചടക്കി അവിടുന്ന് ഓരോന്നൊക്കെ കൊണ്ടുവരുമല്ലോ, പണ്ടത്തെ ഒരു സംഭവം. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറെയുള്ളവരെ വില്ലേജ് അറ്റാക്ക് ചെയ്തിട്ട് അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു ത്രില്ല്. പിന്നെ റിയൽ ലൈഫിൽ നമുക്ക് ഓരോ സ്കില്ലും ഡെവലപ്പ് ചെയ്യുന്നതിനെക്കാട്ടും ഫാസ്റ്റായിട്ട്, ഓരോ അച്ചീവ്മെൻറ്റ് നേടുന്നതിനെക്കാട്ടും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ റിയൽ ലൈഫിനെക്കാട്ടും ഫണ്ണാണ്, റിയൽ ലൈഫിനെക്കാട്ടും അഡ്വഞ്ചറസ് ആണ്, റിയൽ ലൈഫിനെക്കാട്ടും സോഷ്യൽ കണക്ഷൻസ് കിട്ടുന്നുണ്ട് അവിടെ ആ ഒരു ഗെയിമിൽ. പക്ഷേ ഏറ്റവും നമ്മളെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന സാധനം ഏതാ? റിയൽ ലൈഫാണ്. അപ്പോൾ ഇതേ അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതേ ഒരു മൈൻഡ് സെറ്റ്, ഇതേ പുതിയ ലെവൽ കൂട്ടുന്നതും അപ്ഗ്രേഡ് ചെയ്യണതും കാര്യങ്ങളൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റിക്കഴിഞ്ഞാൽ ദ ഇമ്പാക്ട് വിൽ ബി സോ 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 മച്ച് ബെറ്റർ. അതിന് മുമ്പേ ഞാനൊരു മാങ്ങ കൊടുത്തില്ല, ഒന്ന് തിന്നിട്ടോ, ജസ്റ്റ് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കണ്ടേ. അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഗെയിമിൽ ലെവലപ്പ് ചെയ്യണത്, ഇത് നമുക്ക് റിയൽ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ലെവൽ 1 വിചാരിച്ചത്, നമ്മൾ എന്ത് ഗെയിം തുടങ്ങുകയാണെങ്കിലും, ഇപ്പോൾ PUBG ആണെങ്കിലും ഫ്രീ ഫയർ ആണെങ്കിലും ഏതൊരു ഗെയിം ആണെങ്കിലും നമ്മൾ ഫസ്റ്റ് നമുക്ക് ഒന്നും ഉണ്ടാവില്ല, നമ്മൾ ലെവൽ 1 അപ്പോൾ റിയൽ ലൈഫിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ നോക്കാം? നമുക്ക് നല്ലൊരു ബോഡി, ഹെൽത്ത്, ഫിസിക്ക് ഇതില്ല, നമ്മളെ ഫൈനാൻഷ്യൽ കണ്ടീഷൻ മോശമാണ്, നമ്മളെ നോളജ് നമുക്ക് വല്ലാതെ ബിൽഡ് ചെയ്തെടുത്തിട്ടില്ല, നമ്മൾ ഫുള്ള് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളിലൂടെയൊക്കെയാണ് കുറേ കാലം കടന്നു പോയത്, ലൈഫ് എൻജോയ് ചെയ്യണമെന്ന രീതിയിൽ മാത്രമാണ് പോയിരുന്നത്, നമ്മളെവിടെ എത്തിയിട്ടില്ല, നമുക്ക് മര്യാദക്ക് സോഷ്യൽ സ്കിൽസ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല, മര്യാദക്ക് സംസാരിക്കാൻ അറിയില്ല, ഫ്രണ്ട്സ് ഇല്ല, സ്വന്തം മൈൻഡ് സെറ്റുള്ള ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ഫ്രണ്ട്സ് ഇല്ല. ഇങ്ങനെ എല്ലാ ഏരിയയിലും നോക്കുമ്പോൾ നമ്മൾ ലെവൽ 1 വിചാരിക്കുക. അപ്പോൾ റിയൽ ലൈഫിനാണ് ഞാൻ പറയുന്നത്, ആ ഒരു ഗെയിമാക്കി കാണണമെങ്കിൽ ഇനി എന്ത് ചെയ്യാറോ, ഓരോന്ന് ഓരോ ലെവലായിട്ട് അല്ലെങ്കിൽ ഓരോ അച്ചീവ്മെൻ്റ് ആയിട്ട് കാണാം. ബ്രോൺസിന്ന് സിൽവർക്ക്, സിൽവറിന് പിന്നെ പ്ലാറ്റിനം ഡയമണ്ട്, ഇങ്ങനെയൊക്കെ ഓരോന്ന് നമ്മളിങ്ങനെ അൺലോക്ക് ചെയ്ത് പോകുമല്ലോ. അപ്പോൾ ഇതേപോലെ ലൈഫിനെ കാണാം. നമ്മളെ ബോഡിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റത്തെ ഒരു കൊല്ലം ജിമ്മിൽ പോയി, ഒരു കൊല്ലം എക്സ്പീരിയൻസ് ആയി, ഒരു കുഴപ്പമില്ലാത്തൊരു ബോഡി ബിൽഡ് ചെയ്തു, നമ്മളൊരു ടയർ മുമ്പ് എത്തി, നമ്മൾ വെറും ബ്രോൺസിലായി നിന്നതിന് ഒരാൾ ഇപ്പോൾ ഒരു സിൽവർ അല്ലെങ്കിൽ ഒരു ഗോൾഡ് ലെവലിലേക്ക് എത്തി, നമുക്ക് കുറച്ച് കോംപ്ലിമെൻറ്റ്സ് ഒക്കെ കിട്ടാൻ തുടങ്ങി, ഡ്രസ്സൊക്കെ ഫിറ്റ് ആവാൻ തുടങ്ങി, അങ്ങനെ ആ ഒരു ആസ്പെക്ട് നമ്മൾ ബിൽഡ് ചെയ്തു. അതുപോലെ നമ്മളെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സോഷ്യൽ സ്കിൽസുകൾ ശരിക്കും പുറത്തിറങ്ങിയിട്ട് ആൾക്കാരോട് സംസാരിച്ച് അത് ശരിയാക്കാം. ഇത് പറഞ്ഞു തരുമ്പോൾ ഞാൻ അത്രയും ഇതിൽ എക്സ്പേർട്ട് ആണെന്നല്ല എൻ്റെ അർത്ഥം, ഇത് സംഭവങ്ങൾ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാണ്, അതിനോടൊപ്പം എന്ത് ചെയ്യാണ്, ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ വേറെയുള്ളവർക്ക് പഠിപ്പിച്ചു തരണം. അപ്പോൾ റിയൽ ലൈഫ് കുറച്ചും കൂടി ഫണ്ണായിട്ട് നമുക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻ്റർടൈനിങ് ആയിട്ട് നമ്മൾ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറയുന്നത്. അതേപോലെ നമ്മളെ ഫിനാൻഷ്യൽ കണ്ടീഷനെ, നമ്മളിപ്പോൾ ഒന്നും ഇല്ലാത്തടത്ത് നിന്നാണ് തുടങ്ങിയെന്നുണ്ടെങ്കിൽ കടയിലോ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാനൊക്കെ പോയിട്ട് ചെറിയ പൈസ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയാണ് പൈസ ഉണ്ടാക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ജോബ് എന്താണോ അതിൽ കഷ്ടപ്പെട്ടാണ് വർക്ക് ചെയ്താണ് നമുക്ക് പ്രൊമോഷൻ നേടാം. ഇങ്ങനെ ഫിനാൻഷ്യൽ ലെവൽ അത് ബിൽഡ് ചെയ്യാം. കമ്മ്യൂണിക്കേഷൻ ബിൽഡ് ചെയ്തു, ഫസ്റ്റ് ഒരു ബോഡി ബിൽഡ് ചെയ്തു, പിന്നെ ഫിനാൻഷ്യൽ ബിൽഡ് ചെയ്തു. ഡ്രസ്സിങ് നമുക്ക് എങ്ങനെ നമുക്കൊന്നും അറിയില്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് ട്രെൻഡ് ഫോളോ ചെയ്യുന്ന ഒരാളിന്, എന്താണോ ട്രെൻഡ് അത് ഫോളോ ചെയ്യുന്ന ആൾ, അതിന് പകരം നമ്മളതായിട്ടൊരു സ്റ്റൈൽ നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഓൾഡ് മണി, അതേപോലെ ഫോർമൽ ഡ്രസ്സുകൾ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇപ്പോൾ മോഡേൺ ആയിട്ട് അധികം ആൾക്കാർ ഇടുക ഇങ്ങനത്താണ്, ഫുള്ള് റിലാക്സ്ഡ്, ഫുള്ള് ബാഗി, അങ്ങനത്തെ സംഭവമാണ്. അത് ഞാൻ ഇടലുണ്ട്, പക്ഷെ എനിക്കിഷ്ടം ഇങ്ങനത്താണ്. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റൈൽ ഉണ്ടാവും, നമുക്ക് ഇഷ്ടപ്പെട്ട റോൾ മോഡൽസ് ഉണ്ടാവും. അപ്പോൾ ഓലെ ഡ്രസ്സിങ്ങിനെ കുറിച്ച് പഠിക്കുക. എനിക്ക് ഇമാൻ ഗാഡ്സിനെ നിങ്ങൾക്ക് അറിയുമെന്നുണ്ടെങ്കിൽ ഓൻ്റെ ഡ്രസ്സിങ്ങൊക്കെ എനിക്ക് അത്യാവശ്യം ഇഷ്ടമാണ്. സിമ്പിളാണ്, യെറ്റ് എലഗൻറ്റ് ലുക്ക് വരുമല്ലോ. അപ്പോൾ അതേപോലെ ഡ്രസ്സിങ് ഇമ്പ്രൂവ് ചെയ്യുക, അതിനെക്കുറിച്ച് പഠിക്കുക. എങ്ങനെ എനിക്ക് ഇതിൻ്റെ അതേ പ്രായത്തിലുള്ള പോലെയൊക്കെ കുറച്ചും കൂടി എന്താ പറയുക തിളങ്ങി നിൽക്കാൻ പറ്റും, കുറച്ചുകൂടി ലെവലിൽ അപ്ഗ്രേഡഡ് ആയിട്ട് നിൽക്കാൻ പറ്റും, കുറച്ചുകൂടി അടിപൊളിയായിട്ട് എങ്ങനെ ഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ള പഠിക്കുക. അതേപോലെ നമ്മുടെ നോളജ് ഭയങ്കര ഡൗണിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും അറിയില്ല കാര്യമായിട്ട് ഫിലോസഫിക്കലായിട്ടുള്ള ചിന്താഗതികളും എങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും കാര്യങ്ങളൊന്നുമില്ല, ലൈഫിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല, എന്താണോ സൊസൈറ്റി നമുക്ക് പറഞ്ഞു തന്നെ അതേപോലെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ചുകൂടി പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ട് ബുക്കുകൾ വായിക്കാൻ തുടങ്ങുക. അതുപോലെ ഇപ്പോൾ യൂട്യൂബേഴ്സ്, ഇഷ്ടം പോലെ യൂട്യൂബേഴ്സ് ഫ്രീ കണ്ടന്റുകൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, ഓലെ ലൈഫ് എങ്ങനെ അപ്ഗ്രേഡ് ആയത്, അതുപോലെ ഓലെ എങ്ങനെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തത്, ഓലെ എങ്ങനെ ബിസിനസ് തുടങ്ങിയത്, എല്ലാത്തിൻ്റെയും ഇൻഫർമേഷൻ യൂട്യൂബിലുണ്ട്, അതേപോലെ ബുക്കുകളിലും ഉണ്ട്. പക്ഷേ ആൾക്കാരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതല്ല കൂടുതലും വാച്ച് ചെയ്യുന്നത്, ഫുള്ള് ഓരോ ഫുഡ് ബ്ലോഗും ഓരോ ട്രാവൽ ബ്ലോഗും. അതെന്തിനാ വെച്ചാൽ ഓല ഉള്ളിലുള്ള ഒരു ബിലോങ്ങിങ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയാണ്, ഓലൊപ്പം നമ്മളൊരു ഭാഗമായി നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് കിട്ടാൻ വേണ്ടി. അപ്പം ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റുകളാണ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിക്കാണ്ട് പോകുന്നത്, ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ആൾക്കാരാണ് പൈസ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത്രയും എല്ലാ യൂട്യൂബേഴ്സും അങ്ങോട്ട് ഒരു കോമ്പറ്റീഷനാണ്, ഏറ്റവും കൂടുതൽ വാല്യൂ ആർക്കാ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ആ ഒരു അവസരം എന്ത് ചെയ്യുക, മുതലാക്കുക. മാക്സിമം നിങ്ങൾ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഓൾറെഡി നേടിയ ആൾക്കാർക്ക്
പഠിക്കുക, ഒരു ചലഞ്ചിങ് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന, നമ്മളെ പുഷ് ചെയ്യുന്ന, ചലഞ്ച് ചെയ്യുന്ന ഫ്രണ്ട് സർക്കിള്, ബ്രദർഹുഡൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് റിയൽ ലൈഫിൽ ഓരോരോ പോയിന്റുകൾ അല്ലെങ്കിൽ ഓരോരോ ലെവലുകളാണ്, ഓരോ ടയറുകളാണ് അപ്ഗ്രേഡ് ചെയ്യാനുള്ളത്. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞൊരു സംഭവമാണത്. നമ്മളിപ്പോൾ ഒരു കാറിൻ്റെ ഗെയിം കളിക്കേണ്ടി വരിക. ആ കാറ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്നത് ഒരു ബേസിക് കാറ് കയറി, അതിന് വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടാവില്ല. സ്പീഡായാലും മൈലേജ് ആയാലും അതിൻ്റെ സസ്പെൻഷൻ ആയാലും ഒന്നും വലിയ പ്രത്യേകത ഉണ്ടാവില്ല. പിന്നെ നമ്മൾ അടുത്ത കാറ് വാങ്ങുന്നതിന് മുമ്പ് ഈ കാറ് വെച്ചാണ്ട് ഇങ്ങനെ പൈസ ഒരുക്കൂട്ടാൻ വിചാരിച്ചാണെങ്കിൽ നമുക്കത് ഭയങ്കര സ്ലോ ആയിട്ട് നടക്കുള്ളൂ. പക്ഷെ അതേസമയം ഈ സെയിം കാറുമ്പോൾ തന്നെ നമ്മളുണ്ടാക്കിയ പൈസ അതിലേക്ക് തന്നെ അതിൻ്റെ സ്പീഡ്, അതിൻ്റെ മൈലേജ്, അതിൻ്റെ സസ്പെൻഷൻ, അതിൻ്റെ നൈട്രോ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് പൈസ ഉണ്ടാക്കുന്ന സ്പീഡ്, ആ ഒരു പോയിന്റ്സ് ആണെങ്കിൽ പോയിന്റ്സ് ഉണ്ടാക്കുന്ന സ്പീഡ് ഡബിളായി ത്രിബിളായി ഇങ്ങനെ വരും. നമ്മൾ ആ ഒരു സെയിം സംഭവത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഫസ്റ്റ് ലെവലിൽ അതിങ്ങനെ ഒരുക്കൂട്ടുന്നതിന് പകരം ഹാക്കഡ് ആയ ആൾക്കാരെ അവിടെ കൂട്ടില്ല കേട്ടോ. നാളെ അങ്ങനെ ഒരു കമൻറ്റ് വന്നില്ല, ഞാൻ ഹാക്കഡാണ് കളിക്കുന്നത്, അത് കൂട്ടില്ല. അല്ലാത്ത നമ്മളിങ്ങനെ ആ സെയിം കാറിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതെ വെച്ച കാറ് ഉപയോഗിച്ച് മറ്റേ കാറ് വാങ്ങാൻ, രണ്ടാമത്തെ ലെവലിലുള്ള കാറ് വാങ്ങാൻ എടുക്കുന്ന ടൈം പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയിരിക്കും. പക്ഷേ ആ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് വാങ്ങുമ്പോൾ പെട്ടെന്ന് അതിനെക്കാട്ടും പെട്ടെന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. ഇതേപോലെ തന്നെ റിയൽ ലൈഫിലും നമ്മൾ എന്ത് ആക്ടിവിറ്റി ചെയ്യണത്, എന്ത് ബിസിനസ്സാണ് ചെയ്യണത്, എന്ത് ആയിക്കോട്ടെ, എന്ത് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഒക്കെ ആണെങ്കിലും നമ്മളെ മേത്തുക്കും നമ്മളെ ബിസിനസ്ക്കും അതിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്ന് അച്ചീവ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂടി വരും. ഞാൻ എൻ്റെ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒന്നുമില്ല, എൻ്റെ അടുത്ത് ഫോൺ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചേറെ യൂട്യൂബിൽ വീഡിയോ കിട്ടിയതിന് ശേഷം ഇപ്പോൾ ഈ ഒരു മൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2. അതുപോലെ പുതിയ ട്രൈപോഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, അതുപോലെ ബുക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇപ്പം എന്താ വെച്ചാൽ ഈ പൈസ ഒന്നും എടുത്താണ്ട് ഞാൻ എന്ത് ചെയ്യില്ല, നേരെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എടുത്താണ്ട് പാർട്ടി ചെയ്യാനും പുറത്ത് പോയിക്കാണ്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാനൊന്നും അല്ല യൂസ് ചെയ്യണം, കുറേ ഡ്രസ്സ് എടുത്ത് കളയാനല്ല യൂസ് ചെയ്യുന്നത്. ആ ഒരു എമൗണ്ട് അതിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മളെ ലെവൽ ഒന്നുകൂടി അപ്ഗ്രേഡ് ആവും. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ക്വാളിറ്റി കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാനിപ്പോൾ ട്രൈപോഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിച്ചോ, എൻ്റെ അടുത്ത് ട്രൈപോഡ് ഇല്ലായിരുന്നു, ഞാൻ വല്ല കുപ്പിമലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ടേബിൾ മേലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ വിചാരിച്ചോ. ട്രൈപോഡ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഒന്നുകൂടി ഫ്ലെക്സിബിളായി, എല്ലായിടത്തും പെട്ടെന്ന് എവിടെയാണോ എനിക്ക് വീഡിയോ എടുക്കേണ്ടത് അവിടെ വെച്ചാൽ എനിക്ക് വീഡിയോ എടുക്കാം. പക്ഷെ അവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഒരു ലിമിറ്റേഷനാണ്, മൈക്ക് ഉണ്ടായിരുന്നത് വയേർഡ് മൈക്കായി. ഇപ്പോൾ വയേർഡ് മൈക്ക് അതിൻ്റെ ക്വാളിറ്റി കൂടുതലാണ്, കുറച്ചുകൂടി ഡീപ്പ് സൗണ്ട് ആയി കിട്ടും പോഡ്കാസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് നമുക്ക് വേറെ എടുക്കും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതേപോലെ ഇവിടെ നിന്നൊക്കെ ഇരുന്ന് വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ നടക്കില്ല, ആ ഒരു സ്ഥലത്ത് തന്നെ എടുക്കാൻ പറ്റുള്ളൂ, ഫിക്സഡ് ആണ്. അപ്പോൾ എനിക്ക് ഒന്നുകൂടി വ്ളോഗുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ട്രെയിനിങ് വ്ളോഗുകൾ, ഇൻ്റർവ്യൂസുകൾ അങ്ങനത്തെ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ കുറച്ചുകൂടി ബാക്ക്ഗ്രൗണ്ട് മാറ്റി പുറത്തുനിന്ന് നേച്ചറിനൊക്കെ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടായി. അപ്പോൾ ഞാൻ മൈക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, വയർലെസ് മൈക്കിൽ. അപ്പോൾ എനിക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ വീഡിയോസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ബുക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിച്ചോ, അപ്പോൾ ആ ബുക്കിൽ നിങ്ങൾക്ക് കൂടുതൽ നോളജ് കിട്ടും. അപ്പോൾ അത് വെച്ചാണ്ട് ഇതിൻ്റെ നോളജ് ബേസ് കൂട്ടിക്കഴിഞ്ഞാൽ അത്രയും അറിവ് നിങ്ങൾക്ക് തരാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഹെൽത്തി ഫുഡുകളിലും ജിമ്മിലും നല്ല ക്വാളിറ്റി ഉള്ള സാധാ ലോക്കൽ ജിമ്മിൽ നിന്ന് മാറി കുറച്ചുകൂടി സ്റ്റാൻഡേർഡുള്ള ജിമ്മിൽ അങ്ങനെയൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ ബോഡിൻ്റെ, എൻ്റെ ലുക്ക്, എൻ്റെ ഒന്നുകൂടി സ്റ്റാറ്റസ്, ഇതൊക്കെ ഇനിയും കൂട്ടാൻ പറ്റും. ഇതിൻ്റെ റിക്കവറി ആയിക്കോട്ടെ, നിൻ്റെ തിങ്കിങ് ആയിക്കോട്ടെ, നല്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടാവും. എല്ലാം ഒക്കെ എന്തേ ഉള്ളൂ, ഉപകാരം ഉണ്ടാക്കി തരുന്ന സംഭവമുള്ളൂ. ഇതേപോലെ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനായിക്കോട്ടെ, ഓരോരോ കാര്യങ്ങൾ നമ്മളെ ഹെൽത്തിൽ, നമ്മളെ ഫിസിക്കലി, നമ്മളെ ബോഡിയിൽ, നമ്മളെ ഡ്രസ്സിങ്ങിൽ, നമ്മളെ നോളജിൽ, നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ, നമ്മുടെ ബിസിനസ്സിൽ ഒക്കെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ചിലതിൽ എഫേർട്ടായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക, ചിലതിൽ പൈസ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരിക, ചെയ്തിട്ട് നമ്മളെ ലെവൽ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. അപ്പോൾ ഒരു 5, 6 അല്ലെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ കൺസിസ്റ്റൻ്റ്ലി ഇമ്പ്രൂവ് ചെയ്താണ്ട് ഇങ്ങനെ പോകുമ്പോൾ നമ്മളും നമ്മളെ കോമ്പറ്റീഷനോ അല്ലെങ്കിൽ നമ്മളെ ഏജ് ഗ്രൂപ്പും തമ്മിലുള്ള ഡിഫറൻസ് എത്രയോ ആയിട്ടുണ്ടാവും. നമുക്കൊന്നും നമ്മളെ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരായിട്ട് റിലേറ്റ് ചെയ്യാൻ തന്നെ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ ഏജ് ഗ്രൂപ്പിൽ ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഹാബിറ്റ്സുകളൊക്കെ ഫോളോ ചെയ്ത്, അതുപോലെ ജിമ്മിലൊക്കെ പോയി, അതുപോലെ റീഡ് ചെയ്ത്, അതുപോലെ ഫിനാൻഷ്യൽ ബിസിനസ് വേണം, ഫ്രീഡം വേണം എന്നൊക്കെയുള്ള ചിന്തയുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാർ, ഡയറ്റ് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്, ഡയറ്റ് എന്നല്ല നല്ല സംഭവങ്ങൾ തിന്നേണ്ട സംഭവങ്ങൾ, നമ്മൾ മനുഷ്യന്മാർ തിന്നേണ്ട സംഭവങ്ങൾ തിന്നാണ്ട് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാർ വളരെ റയറാണ്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ 1, 2, 3 ഫ്രണ്ട്സുകൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലൊക്കെ പരിചയപ്പെട്ട സിനാൻ അങ്ങനെയൊക്കെ ഓരോരുത്തർ എനിക്ക് അങ്ങനെ അറിയുള്ളൂ. ഞാൻ കണ്ടത് വളരെ റയറാണ്. ഈവൻ ജിമ്മിലുള്ള ആൾക്കാരോട് പോലും നമ്മളിങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ജിമ്മിൽ പോവാന്നുള്ളൊരു നല്ല ഹാബിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള പോലെ ലൈഫ് കാര്യങ്ങളൊക്കെ എന്തായിരിക്കും, ആകെ മെസ്ഡപ്പ് ആയിരിക്കും. നമ്മൾ ഉദ്ദേശിക്കുന്ന പറയുന്നത് എല്ലാ ആസ്പെക്റ്റും ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഗെയിമിൽ ഇത് സുഖമാണ്. നമ്മൾ ഏത് ഗെയിമാണെന്നുണ്ടെങ്കിലും, PUBG ആണെങ്കിലും, ഫ്രീ ഫയർ ആണെന്നുണ്ടെങ്കിലൊക്കെ
സ്കിൽ അൺലോക്ക് ചെയ്യലും പുതിയ സ്കിന്ന് കിട്ടലും പുതിയ റിസോഴ്സസ് വാങ്ങലാണെങ്കിലൊക്കെ ഓരോ പ്രോ പാക്ക് എടുക്കലാണെങ്കിലൊക്കെ സുഖമാണ്. കുറച്ചുകൂടി ഈസിയാണ്. റിയൽ ലൈഫിൽ കുറച്ചുകൂടി ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇതിൽ കിട്ടുന്ന ഡോപ്പമിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉള്ളൂ. അതിന് മാത്രമേ സ്റ്റാറ്റസ് ഉണ്ടാവുന്നു, അതിൻ്റെ ഉള്ളിൽ മാത്രമേ എല്ലാം ഉണ്ടാവുന്നത്. പക്ഷെ റിയൽ ലൈഫിൽ ആ ഒരു സംഭവം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിനെ നിങ്ങളൊരു വീഡിയോ ഗെയിമായി കണ്ട് ട്രീറ്റ് ചെയ്താണ്ട് ഓരോ സ്കില്ലും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു വില മനസ്സിലാവും. വെറും 2-3 കൊല്ലം കൺസിസ്റ്റൻ്റ് ആയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ പ്രായത്തിലുള്ളവരെ ഇന്നേറ്റവും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു 5 അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ പോലത്തെ ആൾക്കാർ ഭയങ്കര റയറായിരിക്കും. അങ്ങനത്തെ ആൾക്കാരായിട്ടായിരിക്കും പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ റയറായ ആൾക്കാരായിട്ട് നമ്മളെ ബ്രദർഹുഡ് ഉണ്ടാവുക, നമ്മളെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ ലൈഫ് എന്നൊക്കെ പറയുന്നത് വേറെ ലെവൽക്കായിട്ട്. അപ്പോൾ അതാണ് എനിക്ക് ഇന്ന് പറയാനുള്ളത്. നമ്മളെ ലൈഫിനെ ഒരു വീഡിയോ ഗെയിം മാതിരി കാണാം. എന്നിട്ട് എന്ത് ചെയ്യുക, ഓരോ സ്കില്ലും അൺലോക്ക് ചെയ്യുക, ഓരോ ടയർ അൺലോക്ക് ചെയ്യുക, ഗോൾഡ്, പ്ലാറ്റിനം, ഡയമണ്ട്, ടൈറ്റാനിക്, കോൺകറർ എന്തായിക്കോട്ടെ അങ്ങനെ പോവുക. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.